കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്നറിയാം, ചെമ്പരത്തിപ്പൂവിനും ചെമ്പരത്തി ഇലയും കുറിച്ചൊക്കെ കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂവിനെ കുറിച്ചും ചെമ്പരത്തി ഇലയെ കുറിച്ചും ഒരു വീഡിയോ അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പം നമുക്കറിയാൻ വയ്യാത്ത ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ ചെമ്പരത്തിപ്പൂവിനെ കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞാലോ. എന്നാൽ അതാവട്ടെ ഇന്നത്തെ വീഡിയോന്ന് ഞാനും അങ്ങ് ഉദ്ദേശിച്ചു കേട്ടോ. ഇന്നത്തെ എന്ന ഗുണങ്ങളൊക്കെ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ നാട്ടിലുണ്ടല്ലോ സാധാരണയായി പൂജകൾക്കും ആയുർവേദങ്ങൾക്കും പിന്നെ നമ്മുടെ മുടി സംരക്ഷണത്തിനും ഒക്കെ ചെമ്പരത്തിക്ക് വലിയ പങ്കാണുള്ളത്. ഇതിനൊരുപാട് ഉപയോഗങ്ങളുണ്ട്. മെയിനായിട്ട് തലമുടിയിൽ പുരട്ടാനും അതോടൊപ്പം താടിയായി ഉപയോഗിക്കാനും. എന്നാൽ നമ്മുടെ ചെമ്പരത്തിക്ക് ആഗോള മാർക്കറ്റുകളിൽ ഇതിൻ്റെ മൂല്യം വളരെ വലുതാണ്. ചെമ്പരത്തിയുടെ ഇല പൊടിച്ചതിനും ചെമ്പരത്തി പൂ പൊടിച്ചതിനും ഒക്കെ വളരെ മാർക്കറ്റിംഗ് ഉള്ളത്. കാരണം ചെമ്പരത്തിയിൽ അടങ്ങിയിരിക്കുന്ന അദോസയാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണകമുണ്ട്. അതാണ് ഇതിന് കാരണം. ഷാമ്പുവായും സോപ്പായും ഒക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ചെമ്പരത്തിയിൽ അടങ്ങിയിട്ടുള്ള ബീറ്റ കരോട്ടിൻ, അതുപോലെ തന്നെ വിറ്റാമിൻ സി, അയൺ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ നമുക്ക് ദാഹശമനിയായിട്ടും അതുപോലെ ചായയായിട്ടും ഹെൽത്തി ഡ്രിങ്കിലുമൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലേ. മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്, ചുവപ്പുണ്ട്. എന്നാലുണ്ടല്ലോ ഇതിൽ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത് 5 ഇതൾ ചെമ്പരത്തിക്കാണ്. അതായത് നമ്മൾ ഈ താളിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കത്തില്ലേ, ആ ചെമ്പരത്തി ഇലയ്ക്കും പൂവിനും ഔഷധ ഗുണം ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. ചെമ്പരത്തിയിലയിട്ട് വെള്ളം തിളപ്പിച്ച് അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവിട്ട് വെള്ളം തിളപ്പിച്ച് ചായയാക്കി തിളപ്പിച്ച് കുടിക്കുന്നതിലൂടെ നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും പിന്നെ അതോടൊപ്പം രക്തത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പിനെ അലിയിച്ച് കളയാനും സഹായിക്കുന്നു. അതുപോലെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതൾ തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മൂത്ര തടസ്സമൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. ചെമ്പരത്തിയുടെ മറ്റൊരു ഗുണം എന്താണെന്നറിയാവോ, സ്ത്രീകൾക്ക് പീരിയഡ് സമയത്തുണ്ടാകുന്ന വയറുവേദന മാറാനായിട്ടും 3-4 ചെമ്പരത്തി മുട്ടില്ലേ, മുട്ട്, അത് നെയ്യിൽ വറുത്ത് കഴിച്ചാൽ വയറുവേദന മാറുന്നതായിരിക്കും. ചുവന്ന ചെമ്പരത്തിയുടെ ഇതളുകൾ നിഴലിൽ ഉണക്കി പൊടിച്ച് കഷായം ഉണ്ടാക്കി കഴിക്കുന്നത് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ദൂരീകരിക്കാനും സഹായിക്കും. എന്തോരം ഗുണങ്ങളല്ലേ നമ്മുടെ ചെമ്പരത്തിപ്പൂവിനും ചെമ്പരത്തിയിലേക്കുള്ളത്. എങ്കിലും ഓടിപ്പോയി ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയിലുള്ള സ്ഥലത്ത് പോയി ഒരു കമ്പങ്ങ് മുറിച്ചതേ നമ്മുടെ ഏതെങ്കിലും ഒരു പറമ്പിൽ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായി അങ്ങ് കിളുത്തോളും കേട്ടോ. അപ്പോഴത്തേക്കും ഇത്രയും ഗുണങ്ങളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ചെമ്പരത്തിപ്പൂവിനെയും ചെമ്പരത്തി ഇലയെക്കുറിച്ചുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാമെങ്കിൽ, ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കില്ല കേട്ടോ. ഇത് കൂടുതൽ ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കില്ല കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. അതുവരെ ബൈ.